കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ അവസാന ലാപ്പിലേക്ക് കടന്നതോടെ നേതാക്കളുടെ അനുകൂലികൾ തമ്മിലുള്ള പോസ്റ്റ് യുദ്ധവും കടുക്കുകയാണ്. തിരുവനന്തപുരത്ത് VD സതീശന്റെ ഫ്ലെക്സ് ബോർഡുകൾക്ക് മുകളിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചു. കൂലിക്കിറക്കിയ ആളിനെ കണ്ട് പേടിച്ചെന്നാണ് പോസ്റ്ററിലെ പരിഹാസം. തെരുവിലെ പ്രതിഷേധങ്ങൾക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാനാണിപ്പോൾ KPCC ആലോചിക്കുന്നത്. റിനു ശ്രീധർ വിവരങ്ങൾ ചേർന്നു. റിനു, KPCC അധ്യക്ഷന്റെ പിന്തുണ കേസിക്കാണ് എന്ന് എക്സ്പ്രസ് പുറത്തുവിട്ട ആ ചിത്രത്തിലൂടെ പുറത്തു വരുന്നുണ്ട്. ഒരു പക്ഷേ അതുകൂടി കാണുമ്പോഴായിരിക്കണം തെരുവിലെ പ്രതിഷേധങ്ങൾക്ക് ശക്തി കൂടുന്നത്. KPCCയുടെ താക്കീതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചായിരുന്നു ഇന്നലെ അണികൾ തെരുവിലിറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്നവർക്കെതിരെ എന്ത് നടപടിയെടുക്കാനാണ് KPCCയുടെ ആലോചന? റിനു. ഗുഡ് മോർണിംഗ് ഹാഷ്മി. പ്രവിത, എന്തായാലും സംസ്ഥാനത്ത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം, ആ വിജയം കോൺഗ്രസിന് ലഭിച്ചു. പക്ഷേ ആ വിജയത്തിന്റെ നിറം കെടുത്തുന്ന തരത്തിലുള്ള ചില ഇടപെടലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത്. തെരുവിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങുന്ന ഒരു സാഹചര്യം. എന്തായാലും സെക്രട്ടേറിയറ്റ് നടയിൽ KC വേണുഗോപാലിനും VD സതീശനും വേണ്ടി ഫ്ലെക്സുകൾ ഇന്നലെ നിരന്നു. ഇതിൽ VD സതീശന്റെ അനുകൂലികൾ നടത്തിയ ശക്തി പ്രകടനത്തിനിടെ KC വേണുഗോപാലിന്റെ ഫ്ലെക്സുകളെല്ലാം തന്നെ അടിച്ചു നശിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇന്നിപ്പോൾ നേരം പുലരുമ്പോഴേക്കും ജനതയും ജനങ്ങളുടെ ജനിതകവും അങ്ങക്കൊപ്പം എന്നുള്ളതാണ് VD സതീശന്റെ ഒരു ഫ്ലെക്സ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിനു മുന്നിൽ കൂലിക്കിറക്കിയ ആളിനെ കണ്ട് ഞങ്ങൾ പേടിച്ചുപോയി എന്ന് പറഞ്ഞേക്ക് എന്നുള്ള പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇന്നലെ ശക്തി പ്രകടനങ്ങൾക്ക് ഇറക്കിയ ആളുകൾ കൂലിക്കിറക്കിയതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ആരോപിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് VD സതീശന്റെ ഫ്ലെക്സിന് മുകളിൽ ഇത്തരം പോസ്റ്ററുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും നാച്ചുറൽ ചോയ്സ് എന്ന് പറഞ്ഞ് തൊട്ടിപ്പുറത്ത് മറ്റൊരു ഫ്ലെക്സ് VD സതീശന്റേത് സ്ഥാപിച്ചിട്ടുണ്ട്. അതിലും ഇത്തരത്തിലുള്ള ഫ്ലെക്സുകൾ അല്ലെങ്കിൽ പോസ്റ്ററുകൾ നിരന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സണ്ണി ജോസഫ് അടക്കം KC വേണുഗോപാലിനെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. അതിനുശേഷം വലിയ രീതിയിലുള്ള സമാനതകളില്ലാത്ത ഒരു ശക്തി പ്രകടനത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക് VD സതീശന്റെ അനുകൂലികൾ പോയി എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരടക്കം, ഒപ്പം കോൺഗ്രസിന്റെ മണ്ഡലം തലത്തിലുള്ള നേതാക്കൾ അടക്കം ഈ തെരുവിലേക്ക് ഇറങ്ങി VD സതീശന് വേണ്ടി ഒരേ സമയം സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള ആ ഒരു പ്രതിഷേധവും ശക്തി പ്രകടനവും നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് അടക്കം വലിച്ചു കീറി എറിയുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും കോൺഗ്രസിന് ലഭിച്ച ആ ഒരു വിജയം, ആ വിജയത്തിന്റെ നിറം കെടുത്തുന്ന തരത്തിലേക്ക് തെരുവിലേക്ക് ഈ ഒരു യുദ്ധം തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും 21-നകം കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു തീരുമാനം ദില്ലിയിൽ നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് അറിയേണ്ടുന്ന ഒരു കാര്യം. എന്തായാലും നിരീക്ഷകരടക്കം ഇവിടെ എത്തി കൃത്യമായി തന്നെ എല്ലാ MLA-മാരെയും കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ തേടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ അഭിപ്രായങ്ങൾ തേടി ദില്ലിയിലേക്ക് പോയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി എല്ലാ നേതാക്കളും, അതായത് VD സതീശൻ, അതുപോലെ തന്നെ KC വേണുഗോപാൽ ദില്ലിയിൽ തന്നെയുണ്ട്. അതുപോലെ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല അടക്കം ദില്ലിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യത്തിൽ നിന്ന് കാണാൻ കഴിയും. കുഞ്ഞൂഞ്ഞിന് ശേഷം KC എന്നുള്ള ഒരു ഫ്ലെക്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതാണ് ഇന്നലെ വലിച്ചു കീറുന്നത്. അതായത് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി എത്തിയത് ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടിക്ക് ശേഷം KC വേണുഗോപാൽ എന്നുള്ള ഫ്ലെക്സ് ആയിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്നത്. ആ ഫ്ലെക്സ് ആണ് ഈ VD സതീശൻ അനുകൂലികൾ അടിച്ചു നശിപ്പിച്ചത്. അതിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രവും ഉണ്ടായിരുന്നു. അത് വലിച്ചു കീറി അല്ലെങ്കിൽ അടിച്ചു നശിപ്പിച്ചത് വലിയ പ്രതിഷേധമാണ് ഉയരുകയും ചെയ്തത്. എന്തായാലും നിലവിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ ചൊല്ലി വലിയ രീതിയിലുള്ള തർക്കം ഉണ്ട്. ഇന്നും വിവിധ പ്രദേശങ്ങളിൽ, ഇന്നലെ നമ്മൾ കണ്ടതാണ് കരിയോയിൽ പ്രതിഷേധവും ഒക്കെ തന്നെ, ഇന്നും അത്തരത്തിലുള്ള സമാനമായിട്ടുള്ള ഫ്ലക്സ് യുദ്ധങ്ങളും കരിയോയിൽ പ്രതിഷേധവും അതുപോലെ തന്നെ ശക്തി പ്രകടനങ്ങളും സംസ്ഥാനത്തുടനീളം ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇന്നലെ KPCC അധ്യക്ഷനല്ല, KPCC ഒന്നല്ല ആദ്യം ഒരു താക്കീത് കൊടുത്തു, പിന്നലെ ശരിക്കും ഒരു താക്കീത് കൊടുത്തു. അതിനൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇടുക്കിയിലൊക്കെ ഓരോരുത്തരുടെ പ്രതികരണം, ഇടുക്കിയിലെ എവിടെയായിരുന്നു, പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു, കടുത്ത ഭാഷയിലുള്ള പ്രതികരണമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ സംസ്ഥാനത്ത് ഏതെങ്കിലും ഭാഗത്തിൽ സണ്ണി ജോസഫിന്റെ ആ നിർദ്ദേശത്തിന്, അല്ലെങ്കിൽ KPCCയുടെ ആ നിർദ്ദേശത്തിന് തെരുവിലിറങ്ങിയ പ്രവർത്തകരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന അനുകൂലികളാണെങ്കിൽ അവരൊന്നും 5 പൈസയുടെ വില കൊടുത്തിട്ടില്ല. അപ്പോൾ ആ താക്കീത് കടുപ്പിക്കുന്നുണ്ട് KPCC, എന്തോ പുറത്താക്കളയും എന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശന് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു, അങ്ങനെ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളിലേക്ക് പോകരുത് എന്ന് പറയുന്നു. അപ്പോൾ ഈ താക്കീത് കടുപ്പിക്കുന്നതും പ്രതിപക്ഷ നേതാവിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ തെരുവിലെ പ്രകടനങ്ങൾക്ക് ഒരു പരിധിവരെ ശമനം ഇന്നുണ്ടാക്കുമോ? റിനു?
തീർച്ചയായും ഹാഷ്മി, കാരണം ഇന്നലെ വി ഡി സതീശനടക്കം സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായിട്ടുള്ള പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും നടത്തരുത് എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഒരു സർക്കുലർ ഇറക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രകടനങ്ങൾ പ്രതിഷേധങ്ങളൊന്നും പാടില്ല, അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളത്. പക്ഷേ അതൊന്നും കേൾക്കാതെയാണ് തിരുവനന്തപുരത്ത് അടക്കം, ഇടുക്കിയിലടക്കം, കോട്ടയത്തടക്കം, തൃശ്ശൂരിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയത്. ശക്തി പ്രകടനം എന്നുള്ള പേരിലാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങുന്നത് എന്നുള്ളതാണ്. ഇന്ന് സമാനമായിട്ടുള്ള ഒരു പ്രതിഷേധം സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ. അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പട നയിച്ചവൻ തന്നെ ഭരണത്തിലും എത്തണം എന്നുള്ള ഒരു ആവശ്യവും ഈ അണികൾ പറയുന്നുണ്ട്. എന്തായാലും ജില്ലാ നേതാക്കളുടെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ജില്ലാ നേതാക്കളുടെ ഒക്കെ തന്നെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു ശക്തി പ്രകടനം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അണികൾ മാത്രമല്ല എന്നുള്ളതും, അവരെ വിലക്കുവാൻ വേണ്ടി KPCCയോ DCCയോ ഒന്നും തന്നെ തയ്യാറാവുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഏറ്റവും വലിയ ശക്തി പ്രകടനം നടന്ന ജില്ലകളിൽ ഒന്ന് തിരുവനന്തപുരം തന്നെയാണ്. ഇന്നലെ സാധാരണഗതിയിൽ ഞാൻ നിൽക്കുന്ന ഈ സെക്രട്ടേറിയറ്റിന് മുൻവശം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നതാണ്. ഓരോ സമരവേദി ആവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ ഇന്നലെ കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടും ആ കോൺഗ്രസിലെ പ്രവർത്തകർ തന്നെ ഒരു മുഖ്യമന്ത്രിയാക്കണം തങ്ങളുടെ നേതാവിനെ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, ശക്തി പ്രകടനം നടത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. വരും സമയങ്ങളിൽ, വരും ദിവസങ്ങളിലും ഇത്തരം കൃത്യമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോയി. ഇന്നലെ വി ഡി സതീശന്റെ ഫ്ലക്സിൽ കരിയോയിൽ ഒഴിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. KC വേണുഗോപാലിന്റെ ഫ്ലക്സിൽ കരിയോയിൽ ഒഴിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെ കരിയോയിൽ പ്രകടനങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിലൂടെ, ശക്തി പ്രകടനങ്ങളിലൂടെ കോൺഗ്രസ് അണികൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹാഷ്മി, ഓക്കെ. സജീവ് നായർ ഗുജറാത്ത് പറയുന്നത് പാമ്പാട് ഇടുക്കിയിലല്ല, പുതുപ്പള്ളിയിലാണ് നടന്നത്. സോറി, ഐ എം സോറി. ഞങ്ങളുടെ സ്ഥലമാണ് കോട്ടയം. മാത്രമല്ല പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നേ. ഇനി പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും പുതുപ്പള്ളിയിലായിരുന്നു നടന്ന. പുതുപ്പള്ളിയിൽ ഒരു ചേട്ടൻ പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് അസാധ്യമായ പ്രതികരണമായിരുന്നു നടത്തിയത്. അപ്പോൾ അത് യൂട്യൂബിൽ കിടപ്പുണ്ട്, കേട്ട് നോക്കി. അത് ഗംഭീരമാണ്, സൂപ്പർ എന്ന് പറഞ്ഞ ചില പ്രതികരണങ്ങൾ അദ്ദേഹം മാത്രമല്ല ഇത് പൊതുജനങ്ങളുടെ അഭിപ്രായമായിട്ട് കൂടി കണക്കാക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സാധാരണക്കാരായ പ്രവർത്തകരാണ്, അതിൽ രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് വി ഡി സതീശനാണ് ഇത് നയിച്ചത് എന്നുള്ള ആ ഒരു ചിന്ത അവർക്കുണ്ട്. അപ്പോൾ KC വേണുഗോപാൽ ഡൽഹിയിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. അതിനിടയ്ക്ക് സഞ്ജു ചാരുമോട് ഏറ്റവും ഗംഭീരമായ നിർദ്ദേശം പറയുന്നുണ്ട്. നറുക്കിട്ടെടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ശബരിമല മേൽശാന്തി നിശ്ചയിക്കുന്ന 3 പേര് എഴുതിയിട്ട് നറുക്കിട്ടെടുത്ത എന്ത് ഇവനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പോട്ടെ, ബൽറാം ചെയ്യുന്നു. ബൽറാം നറുക്കൊന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ഇന്നലെ രാത്രിയാണ് പ്രതിപക്ഷ നേതാവൊക്കെ അവിടെ, വി ഡി സതീശനൊക്കെ അവിടെ എത്തിയത്. അപ്പോൾ അവരുമായി സംസാരിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിൽ വി ഡി സതീശന്റെ നിലപാട് എന്താണ് എന്നത് പ്രധാനമാവില്ലേ? ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നില്ലെങ്കിൽ ഏത് എക്സ്റ്റെൻഡിൽ പോകുന്നു, അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുമോ, അതല്ല ഇനി മറിച്ച് വി ഡിയെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ KCയുടെ നിലപാട് എന്താകും എന്നത് പ്രസക്തമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചകളിൽ 1-to-1 നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരുടെ ക്ലെയിം കൃത്യമായി ക്ലാരിറ്റിയോടെ വെക്കും എന്ന് കരുതാമല്ലേ ബൽറാം? ഹഷ്മി, ഈ വിഷയത്തിൽ ഏറെ നിർണായകമായ ചർച്ചകൾ തന്നെയാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഈ ചർച്ചകളിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ AICC നിരീക്ഷകർ സംസ്ഥാനത്തെത്തി നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിരുന്നു. കൂടാതെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ അവരെ മുഖാമുഖം കണ്ടിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ നേതാക്കൾ, ഈ നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ള നേതാക്കൾ AICC നേതാക്കളെ അല്ലെങ്കിൽ നിരീക്ഷകരെ അറിയിച്ച കാര്യങ്ങൾ ആവർത്തിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഈ 3 നേതാക്കളും ഈ ഒരു നിലപാട് തന്നെയായിരിക്കും ആവർത്തിക്കുക. മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിന്നീട് മന്ത്രിസഭയിലേക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് വി ഡി സതീശൻ ഉള്ളത്. അദ്ദേഹം ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിലും അക്കാര്യം തന്നെ ആവർത്തിക്കും എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് 2 നേതാക്കളുടെയും നിലപാടുകളും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് 3 നേതാക്കളും തുല്യരായി യോഗ്യരാണ് എന്നു തന്നെയാണ്. മുൻ കാലങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനായി തർക്കങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്ന മാനദണ്ഡങ്ങൾ അത് പലതായിരുന്നു. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സമാനമായി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചതും വലിയ വിജയത്തിലേക്ക് എത്തിച്ചതും സച്ചിൻ പൈലറ്റ് ആയിരുന്നു എങ്കിൽ അനുഭവ പരിചയവും ഒപ്പം തന്നെ MLA-മാരുടെ പിന്തുണയും പരിഗണിച്ചുകൊണ്ടായിരുന്നു അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. എന്നാൽ മറ്റൊരു മാനദണ്ഡമായിരുന്നു കർണാടകയിൽ സ്വീകരിച്ചത്.
ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശിൽ സ്വീകരിച്ചത്. ഇതെല്ലാം തന്നെ വ്യത്യസ്തമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം ഇത്തരത്തിൽ ഒരു മാനദണ്ഡം എന്നുള്ളത് തന്നെയാണ് ഏറെ സങ്കീർണമാക്കുന്നതും. സാഹചര്യങ്ങൾ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചകൾ, നേതാക്കൾ തമ്മിൽ നേരിട്ട് നടത്തുന്ന ചർച്ചകൾ, അത് ഇതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ ചർച്ചകളിൽ അനുനയ ശ്രമങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനകൾ. നേതാക്കൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തുകയാണെങ്കിൽ, ആ ഒരു പേരിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകും. അല്ലാത്തിടത്തോളം നാളെ AICC നേതാക്കൾ വീണ്ടും യോഗം ചേർന്ന് കൂടിയാലോചനകൾ നടത്തി ഒരു മാനദണ്ഡം നിശ്ചയിച്ചുകൊണ്ട് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു ധാരണ. അതിൽ ഇന്നത്തെ ചർച്ചകൾ പ്രധാനപ്പെട്ടതാണ്. ഈ ചർച്ചകളിൽ തന്നെയായിരിക്കും ഈ ഒരു സമവായത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. പ്രഖ്യാപനം ഇനി അങ്ങോട്ട് നാളത്തേക്കപ്പുറം വൈകില്ല എന്ന വ്യക്തമായ സൂചനകൾ തന്നെയാണ് AICC നേതൃത്വം നൽകുന്നത്. ഹാഷ്മി, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.